ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നിതാ നമ്മുടെ കുക്കർ ഒരു പണി തന്നിട്ട് കേട്ടോ. അന്ന് നമ്മൾ ഉത്സവത്തിന് പോയിന്ന് കറി ഒന്ന് തിളപ്പിക്കാൻ വെച്ചപ്പോൾ കറി അങ്ങ് 5.5 മണിക്കൂർ ഇരുന്ന് തിളച്ചിട്ടോ. വീട് കത്തി പോകാഞ്ഞ ഭാഗ്യം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ രാവിലെ എണീച്ചത് കറിക്കുള്ള എന്താണ് അത് വേഗം അടുപ്പ് കത്തിച്ച് അടുപ്പത്ത് വെക്കും കേട്ടോ. കടലേക്കാണെങ്കിൽ കുറച്ച് വേവ് ഉണ്ടാകുമല്ലോ. പിന്നെ ഞാൻ എന്താ കടല വെന്ത അടുപ്പത്തേക്ക് തന്നെ വേഗം ചോറിന് വെള്ളം വെച്ചു. പിന്നെ വേഗം ഗ്യാസ് പോയിട്ട് ദോശയൊക്കെ ചുട്ടു. അപ്പോഴേക്കും ഇത് മോനുട്ടേൻ ട്യൂഷൻ തുടങ്ങിയിട്ട് കേട്ടോ. അവൻ്റെ കൈ ഇനി വേദനമാരിലൊന്നും കെട്ടിയിട്ട് വന്നാണ്. പിന്നെ 9 മണിയായപ്പോൾ രണ്ടുപേർക്ക് ഒന്നിച്ചാൽ പോകാനുള്ളത്. അതുകൊണ്ട് ഒന്നിച്ചങ്ങ് പോയിട്ട് അച്ഛനും മോനും കൂടെ. പിന്നെ അതാ കുഞ്ഞിപ്പെണ്ണും ആരാധ്യമോളും എണീച്ചിട്ടില്ല കേട്ടോ. നല്ല ഉറക്കം തന്നെ കേട്ടോ. ഞാനിതാ കാപ്പി കുടിക്കുന്ന ശീലം പിന്നെ വന്നിട്ട് രാവിലെ തണുപ്പൊക്കെ ആകുമ്പോൾ ഒരു കാപ്പി കുടിച്ചിരിക്കുകയല്ലോ എന്നിട്ട് ആ ശീലം പിന്നെ വന്നിട്ട് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ പരിപാടികൾ ക്ലീനിങ്ങിലേക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. സ്കൂളിലാത്തൊരു ദിവസം അത് അങ്ങനെയൊക്കെ തന്നെ. പിന്നെ കയ്യിൽ എന്താ തൂക്കിയിട്ട് അത് മോനിട്ട് കുളിച്ചിട്ട് അവിടെ അഴിച്ചു വെച്ച ഡ്രസ്സൊക്കെ എടുത്തതാട്ടോ. പിന്നെ അടിച്ചു വാരലും അടുക്കള കൊതുക്കലൊക്കെ തന്നെയൊക്കെ അല്ലേ പരിപാടി. സ്കൂളിലാത്തൊരു ദിവസം അങ്ങനെയൊക്കെ തന്നെ ആണല്ലോ അല്ലേ എല്ലാവരും. പിന്നെ അപ്പോഴേക്കും ഇതാ ചോറിനുള്ള വെള്ളമൊക്കെ തിളച്ച് വന്ന് അതിലേക്ക് അരി ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുപ്പത്തതാകുമ്പോൾ അടുപ്പ് കത്തിച്ചാൽ പിന്നെ വേഗം ആവുമല്ലോ. പിന്നെ അതാ കുറച്ച് വെണ്ടൊക്കെ പൊട്ടിക്കേണ്ട കേട്ടോ. വെണ്ടേൻ്റെ മുകളിൽ ഇലല്ലാന്ന് വിചാരിച്ചിട്ട് വെണ്ടല്ലാന്ന് വിചാരിക്കണ്ട. എന്നും വെണ്ട പറിക്കാനുണ്ടാവും കേട്ടോ ഇഷ്ടം പോലെ. പിന്നെ അത് അടിക്കലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞാൽ തന്നെ നമ്മൾ വലിയൊരു പണി കഴിഞ്ഞിട്ട് ഈ അടിച്ചു വാരലും തുടയ്ക്കലും അലക്കലൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും കുഞ്ഞിപ്പെണ്ണ് തണീച്ച് വന്നു. അപ്പോൾ പിന്നെ കുഞ്ഞിപ്പെണ്ണിൻ്റെ കൂടെ ഇരുന്ന് ചായ കുടിച്ചു കേട്ടോ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് അവിടെ ടി വി തുറന്നുകൊണ്ട് എന്തൊക്കെയോ കളി കളിച്ച് ചായ കുടിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ അരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കുക്കറില്ലാത്തതുകൊണ്ട് തന്നെ പരിപ്പ് ഇങ്ങനെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടോ. അപ്പോൾ അരി ഊറ്റിയ വേഗം അടുപ്പത്ത് തന്നെ പരിപ്പ് അടുപ്പത്ത് വെക്കാമല്ലോ എന്ന് ഓർത്തിട്ടോ. പിന്നെ വേഗം അത് അരി ഊറ്റി കഴിഞ്ഞാൽ പരിപ്പൊക്കെ വേഗം എടുത്ത് അടുപ്പത്തേക്ക് വെച്ച് പിന്നെ അത് അവിടെ കിടന്ന് വെന്തോടില്ല. പിന്നെ നമ്മളെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യാനുണ്ടല്ലോ. പിന്നെ അത് കുഞ്ഞിപ്പെണ്ണ് എണീച്ച് വന്ന് കിടക്കേക്ക് ഒന്ന് തട്ടിക്കുടഞ്ഞൊക്കെ ഒന്ന് വൃത്തിയാക്കിയൊക്കെ ഒന്ന് മടക്കി വെക്കാനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് മടക്കി ചില്ലറ കറികളൊക്കെ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഓടിപ്പോയി കുളിച്ച് വന്നേ. പിന്നെ കുളിച്ച് വന്നപ്പോഴേക്കും നമ്മുടെ വിശപ്പിൻ്റെ വിളി വന്നു കേട്ടോ. എന്നാൽ നല്ല മുളകിട്ട് മീൻകറിയും പരിപ്പും കർമൂസയൊക്കെയുള്ള കറിയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ഞാനും പ്രിവേട്ടനൊന്ന് വയനാട് ചുരം കയറി അമ്മേൻ്റെ അനിയത്തിൻ്റെ മോളൊന്ന് കാണാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ എത്തി. ഇന്നത്തെ വീഡിയോ എത്രയും ടാറ്റ ബൈ ബൈ, സീ യു.